ദുരിതത്തിനിടയിലും സർക്കാരിന്റെ ധൂർത്ത് തുടരുകയാണ്. നവകേരള സദസ്സിന്റെ പരസ്യ പ്രചരണത്തിന് കോടികൾ ചെലവഴിക്കുകയാണ് സർക്കാർ. പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതിനുൾപ്പെടെ ചെലവായത് 2.5 കോടി രൂപയ്ക്കടുത്താണ്. കലാജാഥകൾ നടത്താൻ ചെലവഴിച്ചത് 47 ലക്ഷം രൂപയും. ധനവകുപ്പിന്റെ അംഗീകാരം നേടാതെയും കൂടുതൽ പണം ചെലവഴിച്ചിട്ടുണ്ട്. പണം നൽകാൻ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ധൂർത്തിന് ഒരു കുറവുമില്ല. മാത്രമല്ല, ഈ പണം അനുവദിക്കുന്നതിനും കുറവില്ല എന്നുള്ളതാണ്. ധനവകുപ്പിന്റെ അംഗീകാരം നേടാതെയും കൂടുതൽ പണം ചെലവഴിച്ചു എന്നുള്ള വിവരം കൂടി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലക്ഷ്മി, ഏതായാലും കേരളം വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള ധൂർത്ത് ഒരു സൈഡിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. വയനാടിനായി എല്ലാം മറന്നുള്ള പ്രവർത്തനമാണ് കേരളം ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും സൈന്യത്തെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് 30-ന് പുലർച്ചെ പ്രളയമുണ്ടായി. 31-ന് തന്നെ കേന്ദ്ര സർക്കാർ 145 കോടി രൂപ സംസ്ഥാനത്തിനായി അനുവദിക്കുകയും ചെയ്തു. നാളെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് നേരിട്ട് എത്തുകയാണ്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനിടെയാണ് ഈ സംസ്ഥാന സർക്കാർ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഈ വയനാട് ദുരന്തമുണ്ടായി 2-നാണ്, അതായത് ഈ മാസം 2-നാണ് ഈ ക്ഷണക്കത്തുകളും അതുപോലെ തന്നെ ബ്രോഷറുകളും നവകേരള സദസ്സിനായി അച്ചടിച്ചതിന്റെ പേരിൽ 7.35 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. അതായത് തിരക്കിട്ട് തന്നെ സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുകയായിരുന്നു. 7.35 കോടി രൂപ ക്ഷണക്കത്തുകളും അതുപോലെ തന്നെ ബ്രോഷറുകളും തയ്യാറാക്കിയതിന് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മാസം 5-നാണ് അടുത്ത ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നവകേരള സദസ്സിനായി ഈ പരസ്യ പ്രചാരണം ഉൾപ്പെടെ നടത്തിയതിന് 2.5 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പരസ്യ ബോർഡുകളും അതുപോലെ തന്നെ മറ്റ് പ്രചാരണങ്ങളും ഒക്കെ നടത്തിയതിന്റെ ഭാഗമായാണ് കൂടുതൽ പണം 2.5 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് കലാജാഥകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനുവേണ്ടി 47 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. KSRTC ബസ്സിൽ പരസ്യം നൽകിയതിന് ഉൾപ്പെടെ പ്രത്യേകം പണം അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3 കോടി രൂപയ്ക്കടുത്താണ് ഇതിനായി മാത്രം നീക്കി രാജീവ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന അതിഥികളും ചേരുന്നുണ്ട്. ഇപ്പോൾ പൊതുപ്രവർത്തകനായ KM ഷാജഹാനാണ് ടെലിഫോൺ ലൈനിലുള്ളത്. ശ്രീ KM ഷാജഹാൻ, ഈ നമുക്കറിയാം വയനാട് ദുരന്തം നമ്മളെ ആകെ ഞെട്ടിച്ചതാണ്. അതിനിടയിൽ ഈ നവകേരള സദസ്സിന്റെ പേരിൽ ധൂർത്ത് തുടരുകയാണ് എന്നുള്ള ഒരു വാർത്ത. 2.5 കോടി രൂപയ്ക്കടുത്ത് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ, കലാജാഥകൾ നടത്താൻ ചെലവഴിച്ചത് 47 ലക്ഷം. ധനവകുപ്പിന്റെ അംഗീകാരം നേടാതെയും കൂടുതൽ പണം ചെലവഴിച്ചു എന്നുള്ളത് എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പണം കൊടുക്കാൻ അവരെടുത്തിട്ടുള്ള സമയം ആണ് ഏറ്റവും പ്രധാനം. അതായത് ഏതാണ്ട് ഒരു 400-ലധികം ആളുകൾ മരിച്ച കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം, ഒരർത്ഥത്തിൽ മഹാപ്രളയത്തിനേക്കാൾ വലിയ ദുരന്തമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. കാരണം മഹാപ്രളയത്തിൽ കേരളം ഒട്ടാകെയാണ് 400 പേര് മരിച്ചതെങ്കിൽ ഇപ്പം ഒരു 1-2 പഞ്ചായത്തിൽ തന്നെ ഇത്ര ആളുകൾ മരിച്ചിരിക്കുന്നു. അതിഭീകരമായിട്ടുള്ള ഒരു ദുരിതത്തിന്റെ നടുവിലൂടെ കേരളം മുന്നോട്ട് പോകുന്നു. അതിനകത്ത് താൻ ഗൗരവതരമായി ഇടപെടുകയാണ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം ഒക്കെ ദിവസവും നടത്തുന്നു. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നു, അങ്ങനെ പറയുന്നു, ജനകീയമായിട്ടുള്ള തെരച്ചിൽ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഈ നിലയിൽ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ദുരിതത്തിലേക്ക്, ഈ മുണ്ടക്കയിലെ ദുരിതത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ മാറി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കോടികൾ ധൂർത്ത് നടത്തിയതിന്റെ പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈ ചെയ്യുന്നതിന്റെ ഒരു വ്യാപ്തി വർദ്ധിക്കുന്നത്. ഇത് ധൂർത്ത് എന്നുള്ളതിനപ്പുറത്ത് ധൂർത്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യായാമം തന്നെ കാൽക്കാശിന് കൊള്ളില്ലാത്ത കാര്യങ്ങളായിരുന്നുള്ളത് നമുക്കറിയാം. ആ നവകേരള സദസ്സ് നടത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. അത് ധൂർത്തിന്റെ അങ്ങേ അറ്റമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് ഈ ധൂർത്തെന്നുള്ളതിനേക്കാൾ ഉപരി കേരളം ഒരു മഹാദുരന്തത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭരണകൂടം ഇതുപോലുള്ള ധൂർത്ത് നടത്തിയതിന്റെ പണം വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഈ യഥാർത്ഥത്തിൽ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് പോലെ പോലുമല്ല. അതായത് ഞാനൊക്കെ പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതായത് ഗുരുതരമായി പരിക്കേറ്റ ഒരു റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവന്റെ പോക്കറ്റ് അടിക്കുകയും അവന്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ദുരിതാശ്വാസ നിധിയിൽ സർക്കാരിനെ വിശ്വസിക്കണം,
അതിൽ പണമിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിലേക്ക് തിരിയുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് നികുതി പണം എടുത്ത് ഇതുപോലെ ശതകോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരായിട്ടൊരു എതിർപ്പും ഒരു പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് സർക്കാരുകൾ ഇതിൽ നിന്ന് പിന്തിരിയുക. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം പരിപൂർണമായി തകർന്നടിച്ചു നിൽക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയോ അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയോ ഒരു പ്രതിഷേധത്തിന്റെ സ്വരവും ഒരു എതിർ സ്വരവും ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് സർക്കാരിന് ഇതുപോലുള്ള വൃത്തികേടുകൾ നിരന്തരമായി കാണിക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ KM ഷാജഹാൻ പ്രതികരിച്ചതിന്. രാജീവിലേക്ക് പോവുകയാണ്. രാജീവ്, ശ്രീ KM ഷാജഹാൻ പറഞ്ഞതുപോലെ ഈ നവകേരള സദസ്സ് എന്ന വ്യായാമം തന്നെ ഒരു ധൂർത്താണ്. പക്ഷേ ആ ധൂർത്തിന് കൂടുതൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത സമയമാണ് പരമപ്രധാനമായിട്ടുള്ളത് എന്നുള്ള ആ ഒരു പ്രതികരണം. രശ്മി, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത്. കാരണം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെയും നമ്മൾ നടത്തിയാണ്. ഇതിനുവേണ്ടി 100 കോടി രൂപയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടാകാമെന്നാണ് ഏകദേശ കണക്ക്. നിയമസഭയിൽ പോലും ഇതിന് കൃത്യമായ കണക്കുകൾ ഇതുവരെ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി. മാത്രമല്ല, സ്പോൺസർഷിപ്പിലൂടെയാണ് പണം കണ്ടെത്തിയത് എന്നാണ് പ്രധാനമായും മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. സംസ്ഥാന സർക്കാർ തന്നെ നവകേരള സദസ്സിനായി കോടികൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കാണ് ഈ ക്ഷണക്കത്തുകളും ബ്രോഷറുകളും ഒക്കെ അച്ചടിക്കുന്നതിനായി 7,35,00,000 രൂപ നൽകുന്നു. ഇതിനുശേഷമാണ് ഇതിന്റെ പരസ്യ പ്രചരണത്തിനായും കോടികൾ ചെലവഴിച്ചിരിക്കുന്നത്. 2.5 കോടി രൂപയ്ക്കടുത്ത് പരസ്യ പ്രചരണത്തിനായി ചെലവഴിക്കുന്നു എന്ന് മാത്രമല്ല, കലാജാഥകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഏകദേശം 47 ലക്ഷം രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു. ആ രീതിയിൽ അനുമതി നൽകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ധനവകുപ്പിന്റെ പോലും അനുമതി ഇല്ലാതെയാണ് ഈ ധൂർത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും തുക മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നില്ല നവകേരള സദസ്സിനായി. പക്ഷേ നിലവിൽ ഈ ചെലവഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് അനുമതി നൽകാനുള്ള ഉത്തരവ് സർക്കാർ നൽകിയിരിക്കുന്നു. ധനവകുപ്പിനെ കൂടി അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏകദേശം 3 കോടി രൂപയ്ക്കടുത്ത പരസ്യ പ്രചരണത്തിനായി മാത്രം നവകേരള സദസ്സിന്റെ പേരിൽ ചെലവഴിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. മാത്രമല്ല, ഈ നവകേരള സദസ്സ് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന ചോദ്യം നേരത്തെ പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. ഇപ്പോഴും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ 90% തീർപ്പുണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഈ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പൊതു സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പരിഹാരം കാണേണ്ടി വരും എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. മാത്രമല്ല, നേരത്തെ ഈ നവകേരള സദസ്സിൽ പരാതി നൽകി അതിന് പരിഹാരമുണ്ടായ വിഷയമൊക്കെ ചർച്ചയായതാണ്. ഒരു ദിവസം മുഴുവൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയതിന് ശേഷം 500 രൂപയാണ് ഒരു ആൾക്ക് സഹകരണ ബാങ്കിൽ നിന്നും കുറച്ച് നൽകിയിരിക്കുന്നത്. ഈ രീതിയിലുള്ള പരാതികളുടെ പരിഹാരം കാണലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഈ രീതിയിൽ 100 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വയനാട് ദുരന്തമുണ്ടാവുകയും എല്ലാവരും ആ ദുരന്തമുഖത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു. മാത്രമല്ല, നാടൊന്നാകെ വയനാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായ ഇടപെടൽ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. ആദ്യഘട്ടമായി 145 കോടി രൂപ അനുവദിക്കുന്നു. അത് 30-ന് ദുരന്തമുണ്ടായി. 31-ന് തന്നെ കേന്ദ്ര സർക്കാർ 145 കോടി രൂപ നൽകിയിരുന്നു. പല ഘട്ടങ്ങളിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുമ്പോൾ ഉണ്ടായ ഒരു ആശങ്ക, ഈ 145 കോടി രൂപ അർഹരായ ആളുകൾക്ക് ലഭിക്കുമോ എന്നതാണ്. പക്ഷേ ഇവിടെയും ഏറെ ചർച്ചയാവുന്നതും അത് തന്നെയാണ്. 145 കോടി രൂപ 31-ന് അനുവദിക്കുന്നു. ഇതിന് ശേഷമാണ് തിരക്കിട്ട ഈ രീതിയിൽ ദൂർത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. 2-ാം തീയതി 7,35,00,000 രൂപ നവകേരള സദസ്സിനായി ബ്രോഷറുകളും ക്ഷണക്കത്തുകളും അച്ചടിച്ചതിനായി അനുവദിക്കുന്നു. അത്തരത്തിൽ പല രീതിയിലാണ് ധൂർത്തും ഒപ്പം തന്നെ കോടികളും ലക്ഷങ്ങളും ഒക്കെ അതിനായി ഖജനാവിൽ നിന്നെടുത്ത് വിനിയോഗിക്കുന്നതും. രാജ്യത്ത് തുടരുകപ്പോൾ സന്ദീപ് വാര്യർ കൂടി ചേരുന്നുണ്ട്. സന്ദീപ് വാര്യർ, ഈ ഒരു നവകേരള സദസ്സിന്റെ പരസ്യ പ്രചാരണത്തിന് കോടികൾ ചെലവഴിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം ഒട്ടാകെ പകച്ചു നിൽക്കുമ്പോൾ എങ്ങനെയും പുനരധിവാസം ഏത് രീതിയിലൂടെ കിട്ടിയാലും എനിക്ക് തോന്നുന്നു ആ പ്രദേശത്തുള്ളവർക്ക് മതിയാകില്ല. കാരണം അത്തരത്തിൽ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ഗ്രാമങ്ങൾ ഒട്ടാകെ. ആ ഒരു ദുരിതത്തിനിടയിലാണ് സർക്കാരിന്റെ ധൂർത്ത് ഇങ്ങനെ തുടരുന്നത്. ഈ പരസ്യ പ്രചാരണത്തിന് വേണ്ടി കോടികളും ലക്ഷങ്ങളും ഒക്കെ ചെലവഴിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? സംസ്ഥാനത്ത് വളരെ വലിയ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നെന്ന് സർക്കാർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ നേരത്തെയും വിമർശന വിധേയമായതാണ് നവകേരള സദസ്സും അതുപോലെ തന്നെ പ്രവാസികളുമായി ബന്ധപ്പെട്ട ലോകകേരള സഭയടക്കം നിരവധി ധൂർത്തുകളാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ നീന്തൽക്കുളത്തിന്റെ ആഴവും പരപ്പും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചിരുന്നുള്ളതാണ്. അവിടുത്തെ പശുത്തൊഴുത്തിന് ലക്ഷങ്ങൾ ചെലവാക്കുന്നു. അപ്പൊ അത്തരത്തിൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും ഇവിടെ പുനരധിവാസം നടപ്പിലാക്കാൻ വേണ്ട പണമില്ലാത്തപ്പോൾ പോലും കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി അപദാനങ്ങൾ പാടി നടക്കുന്നതിന് വേണ്ടി ഇവിടെ ചെലവാക്കുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല. ഇവിടുത്തെ സിവിൽ സപ്ലൈസിൽ ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങളില്ല. ഇവിടെ KSRTCയിൽ ശമ്പളവും പെൻഷനും കൊടുക്കാനില്ല.
അങ്ങനെ നിരവധിയായിട്ടുള്ള സങ്കീർണമായ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും സർക്കാർ പണം മുടക്കുന്നത് മുഴുവൻ സർക്കാരിന്റെ PR വർക്കിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇതിനായിട്ടുള്ള വലിയ ജനരോഷം തന്നെ ഉയരുന്നുണ്ട്. ഇത് സർക്കാരിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോടുകൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സമയത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകും. പിണറായി വിജയനും ഈ ജനവിരുദ്ധ ഭരണകൂടത്തിനും വലിയ തിരിച്ചടി സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഒറ്റ കാര്യം കൂടി, കാരണം ഇതിനെതിരെ കൃത്യമായി പ്രതിപക്ഷം ശബ്ദമുയർത്തേണ്ട സമയമല്ലേ ഇത് എന്നുള്ളത്? അല്ല, ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF വാസ്തവത്തിൽ ഇവിടുത്തെ പിണറായി വിജയനും സംഘവും ചെയ്യുന്ന എല്ലാ കൊള്ളരുതേമയ്ക്കും കൂട്ടുനിൽക്കുകയല്ലേ. ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, VD സതീശനടക്കമുള്ളവർ വയനാട് ദുരന്തം ഉൾപ്പെടെ ഉണ്ടായ സമയത്ത് പിണറായി വിജയന്റെ നേതൃത്വം നടക്കുന്ന പലതരത്തിലുള്ള കൊള്ളകളെയും മൂടിവെക്കാൻ വേണ്ടി അവർ തന്നെ എടുത്ത് ആയുധമാക്കുന്ന ദുരന്ത സമയത്ത് ഒന്നും പറയരുത് എന്ന ആ ഒരു ആയുധം അത് UDF ഏറ്റെടുത്തിരിക്കുകയല്ലേ. അതെ, ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രതിരോധം. അപ്പോൾ യഥാർത്ഥ പ്രതിപക്ഷം BJP ആയി മാറുന്ന ഒരു സാഹചര്യം, BJP ഇതിൽ എങ്ങനെ പ്രതിഷേധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ BJP ഇതിൽ ഈ കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും ഒക്കെ എല്ലാ സമയത്തും രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉള്ള പ്രതിപക്ഷമായി ഉയർന്ന് ഈ ജനവിരുദ്ധ ഭരണത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ VD സതീശനും പിണറായി വിജയനും സയാമീസ് ഇരട്ടകളെ പോലെ കേരളത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. രാജീവിലേക്ക് മടങ്ങിപ്പോവുകയാണ്. രാജീവ്, സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെയാണ്, പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിനെതിരെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ UDF ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ദുരന്ത സമയത്തൊന്നും അതങ്ങനെ പ്രതികരിക്കാനുള്ള സമയമല്ല എന്ന് പറയുമ്പോൾ BJP കൃത്യമായി പ്രതിഷേധം ഉയർത്തുമെന്ന് സന്ദീപ് വാര്യർ ആ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയുണ്ട്. അതിൽ രാജീവ് പറഞ്ഞു വന്ന് തുടർന്നോളൂ. ലക്ഷ്മി, ഏതായാലും ഈ നവകേരള സദസ്സിന്റെ മറവിലുള്ള ധൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷമായാലും ഇതിനെതിരെ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ഈ രീതിയിൽ ധൂർത്ത് തുടരുന്നത്. നേരത്തെ ശ്രീ KM ഷാജാൻ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലൊരു ദുരന്തമുണ്ടാകുന്നു, എല്ലാവരുടെയും ശ്രദ്ധ ആ ദുരന്തമുഖത്താണ്. ആ ഒരു സാഹചര്യത്തിൽ തിരക്കിട്ട് ഈ രീതിയിൽ കോടികൾ ഇങ്ങനെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ പല ഘട്ടങ്ങളിലും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ പണം നൽകണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഈ ഒരു ഘട്ടത്തിൽ അല്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ധൂർത്ത്, അതും ഈ നവകേരള സദസ്സ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടിയില്ല. എത്ര പരാതികൾ പരിഹരിച്ചു എന്നതിനും കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് നവകേരള സദസ്സിന്റെ മറവിൽ ഈ ധൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ പരാതികൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്നൊരു കാര്യം പറഞ്ഞാൽ അന്നേരം പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വരെ വിലക്കാണ് സംസ്ഥാനത്ത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി നവകേരള സദസ്സിന്റെ ധൂർത്ത് നിർബാധം ഇങ്ങനെ തുടരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രാജു. ഒപ്പം തന്നെ പ്രതികരിച്ച അതിഥികൾക്കും നന്ദി.